നമ്മുടെ SSC GD കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ട് വേക്കൻസി വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നമ്മൾ മെനഞ്ഞാന്ന് അർദ്ധരാത്രിയോട് കൂടിയിട്ടാണ്, ഇന്നലെ മെനഞ്ഞാന്ന് അർദ്ധരാത്രി ആ ഒരു സമയത്തോടു കൂടി നമ്മൾ ഏകദേശം തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഫീഡിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഇതിനെക്കുറിച്ച് നോക്കുന്നവരാണ്, SSC GD കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റിന് വേണ്ടി നോക്കുന്നവരുടെ ഫീഡിൽ കൂടുതലും വേക്കൻസി കൂടാൻ പോകുന്നു എന്നൊരു ഇൻഫർമേഷൻ ആയിരിക്കും ലഭിച്ചിട്ടുണ്ടാകുക. ഞാനിതിൻ്റെ വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു അപ്ഡേറ്റ് ഇട്ടതിന് ശേഷം ഒരുപാടധികം പേരാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഞാനും ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് ചെയ്യാമെന്നുള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തും. ഈ ഒരു കണ്ടന്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ വരാൻ പോകുന്ന വേക്കൻസി അപ്ഡേറ്റുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഇതിൽ എത്രമാത്രം ആധികാരികതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാം. സോ അതിലേക്ക് കിടക്കുകയാണെങ്കിൽ, മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 93,000-ൽ കൂടുതൽ, അതായത് ഏകദേശം 93,000+ വേക്കൻസീസ് അവിടെ ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഒഫീഷ്യൽ എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥം ഞാൻ മുമ്പോട്ടേക്ക് പറയാം കേട്ടോ. ഇതുപോലെ തന്നെ ഒഫീഷ്യലായിട്ട് നമുക്ക് ലഭിച്ചതായിരുന്നു. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 1.5 ലക്ഷത്തിൻ്റെ അടുത്ത്, 1.30 ലാഖിൻ്റെ അടുത്ത്, 1.30 ലക്ഷത്തിൻ്റെ അടുത്ത് ഒരു വേക്കൻസി അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയധികം വേക്കൻസി അവിടെ CAPF-ൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതേപോലെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ 1 ലക്ഷം വേക്കൻസി, 1 ലാഖ് വേക്കൻസി അവിടെ ഉണ്ടെങ്കിലും ഈ 1 ലാഖ് വേക്കൻസി എന്ത് ചെയ്യത്തില്ല, ഒരുമിച്ചിട്ട് 1 ലാഖ് പ്ലസ് ഒരുമിച്ചിട്ട് എന്ത് ചെയ്യത്തില്ല, റിപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇത് ഘട്ടം ഘട്ടമായിട്ട് വർഷങ്ങളായിട്ട് ആഡ് ചെയ്ത് വിളിക്കുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ നന്നായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള വേക്കൻസിനെ കുറിച്ച് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുൻപായിട്ട് വേക്കൻസി കൂടുവാനുള്ള കുറച്ച് കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ CAPF സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ്, CAPF ആണ് ഉദ്ദേശിച്ചത്. CAPF ഫോഴ്സുകളിലേക്ക്, അതായത് GD പോലുള്ള പോസ്റ്റുകളിലേക്ക് കയറുന്നതിനേക്കാളും സ്പീഡിലാണ് അവിടെ നിന്ന് ലീവ് ചെയ്ത് ഇറങ്ങി വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സോൾജറിൻ്റെയോ അങ്ങനെ ആരെങ്കിലും പേജൊക്കെ ഫോളോ ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചധികം പേര്, എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ കയറുന്നു, ഏകദേശം ഒരു 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത് അല്ലെങ്കിൽ 2 ഇയർ ഒക്കെ സർവീസ് ചെയ്യുന്നു. അതിനുശേഷം അവിടുന്ന് ലീവ് ചെയ്ത് വരുന്ന, അവർ കോമ്പൻസേറ്റ് ചെയ്തിട്ട് അവിടുന്ന് ലീവ് ചെയ്ത് വരുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം ഒന്ന് ഡിഫിക്കൽട്ടാണ്, തീർച്ചയായിട്ടും GD എന്ന് പറയുന്ന പോസ്റ്റ് ഡിഫിക്കൽട്ടാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം മറ്റൊന്നാണ്, മറ്റുള്ള ജോലികൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുമ്പോൾ അതിലേക്ക് ഒരുപാട് ആൾക്കാർ മാറുന്നതായിട്ടുള്ള കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ തന്നെ കുറേ സുഹൃത്തുക്കൾ അവിടെ നിന്നിട്ട് മറ്റ് ജോലികളിലേക്ക് മാറാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു റീസൺ ആണ്. ഇതാണ് ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇത് കൂടാനായി വേക്കൻസി കൂടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു BSF അതുപോലെ തന്നെ ബാക്കിയുള്ള BSF ആണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള CAPF-ൻ്റെ വിവിധ ഇതിലേക്ക്, അതായത് ഫോഴ്സിലേക്ക് പുതിയ ബറ്റാലിയൻ ആഡ് ചെയ്യാനായിട്ട് പോകുന്ന കാര്യം നമുക്ക് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. ഒരു ബറ്റാലിയൻ ഏറ്റവും കുറഞ്ഞത് മിനിമം ഒരു നല്ലൊരു ബറ്റാലിയൻ നമുക്ക് വേണമെങ്കിൽ ഒരു 1000 സോൾജേഴ്സ് എങ്കിലും അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ചധികം ബറ്റാലിയൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു ലെവലിലും വേക്കൻസി കൂടും. അത് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അങ്ങോട്ട് കയറി പോകുന്നതിനെക്കാട്ടി സ്പീഡിലാണ് ഇറങ്ങി വരുന്നത്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു മറ്റൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകുന്നത്, ബറ്റാലിയൻ. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് ബറ്റാലിയൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ പ്രൊട്ടസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിച്ച് മീൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അതിൽ CRPF ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ ഓർമ്മ ശരി BSF ഉണ്ടെന്ന് ന്യൂസിലൊക്കെ കണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോസിൽ എവിടെയും കണ്ടില്ല. അതുപോലെ തന്നെ CISF പോലുള്ള സേനകളായിരുന്നു അവിടെ സെക്യൂരിറ്റി, അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു ക്രൗഡിനെ നിയന്ത്രിക്കാനൊക്കെ മെയിനായിട്ട് വന്നത്. ഇതിലുള്ള പല സേനകളുമായിരുന്നു അവിടെ ആ ക്രൗഡ് നിയന്ത്രിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഗവൺമെൻറ്റിന് മനസ്സിലായി ഇത്രയും അധികം സ്ട്രെങ്ത് പോരാന്നുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നോൺ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഗവൺമെൻറ് മനസ്സിലായിട്ടുണ്ട് ഇത്രയൊന്നും പോരാ, ഇനിയും വേണമെന്നുള്ള ആ ഒരു സംഭവം തീർച്ചയായിട്ടും ഉണ്ട്. ഇനി നാലാമതായിട്ട് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു വാർ നടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് ലഭിച്ച ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മുടെ CAPF-ലേക്ക് എന്ത് ചെയ്യണം, വേക്കൻസി കൂട്ടണം എന്നുള്ള ഇൻഫർമേഷനൊക്കെ ആ ഒരു സമയത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അപ്ഡേറ്റ് ഒക്കെ കടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, മുമ്പിലേക്ക് വേക്കൻസി കൂടും എന്നുള്ളതിൻ്റെ നോൺ ഒഫീഷ്യലായിട്ടും ഒഫീഷ്യലായിട്ടൊക്കെ ആയിട്ടുള്ള BSF-ൻ്റെ ബറ്റാലിയനൊക്കെ ഒഫീഷ്യലായിട്ടുള്ള കാര്യമാണ്, ഒഫീഷ്യലൊക്കെ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ 2026 കാര്യം എടുക്കുകയാണെങ്കിൽ, SSC GD കോൺസ്റ്റബിൾ 2026 കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്,
CRPF ഒക്കെ ഇവിടെ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ സാങ്ഷൻഡ് സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട്, ആക്ച്വൽ സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേക്കൻസി നിലവിൽ എത്ര വേക്കൻസി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ 93,000 ഒഴിവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് ഇത്രയൊന്നും വേക്കൻസി ഒരിക്കലും റിപ്പോർട്ട് ചെയ്യില്ല. ചിലപ്പോൾ 50,000 ആയിരിക്കാം, അല്ല 55,000 ആയിരിക്കാം. ഞാൻ പ്രതീക്ഷിച്ചത് 55,000 ആണ് കേട്ടോ. നോട്ട് ചെയ്തോ, ഞാനിതാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, 55,000 ആണ്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒഫീഷ്യൽ എന്ന് പറയുന്നത് അധികാരികളുടെ കയ്യിൽ നിന്ന്, അതായത് ഇപ്പോൾ ഇത് രാജ്യസഭയിൽ നിന്നൊക്കെ ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ അവതരിപ്പിച്ചിട്ടുള്ള ഇത്രയും ഫോഴ്സ് വേണമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചത് ഇത്രയും വേക്കൻസി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഇത് ഒഫീഷ്യൽ തന്നെയാണ്, അത്രയും ആധികാരികമായിട്ടുള്ളൊരു രേഖ തന്നെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇത് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നമുക്ക് ഫൈനലി അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം പല ഫോഴ്സിൻ്റെയും അല്ലെങ്കിൽ പല സെലക്ഷനും നമുക്ക് മാറ്റിയത്, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഏറ്റവും ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷത്തെ GD കോൺസ്റ്റബിൾ റോഡിലായിരിക്കുമെന്നാണ് എല്ലാവർക്കും അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, അത് ഗ്രൗണ്ടിലേക്ക് മാറ്റുന്നു. പുറത്ത് ആരെങ്കിലും അറിയിച്ചോ? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ മേ ബി എന്താ അതുവരെയുള്ളത് റോഡ് തന്നെ ആയിരിക്കാം, എന്നിട്ട് മാറ്റിയിട്ടുണ്ടാകും പല കാര്യങ്ങൾ. അതുപോലെ തന്നെ പല അപ്ഡേറ്റും അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്നുള്ള മാറ്റങ്ങൾ പല ഇതിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡാറ്റ കൺഫേം ആയിട്ട് വരുന്നൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 80% നടക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയും ആക്യുറേറ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഡാറ്റ എന്ന് നമുക്ക് പറയാം. കാരണം ഇതവിടെ അവതരിപ്പിച്ചു, ഇത് MHAയിലേക്ക് പോകുന്നു, അതിനുശേഷം അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലേക്ക് പോകുന്നു, പിന്നെ SSCയിലേക്ക് കൊടുത്തിട്ട് ഈ വേക്കൻസി പബ്ലിഷ് ചെയ്യുന്നു, ഫോഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള വേക്കൻസി കളക്ട് ചെയ്യുന്നു, ബാക്കിയുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ പ്രൊസീജിയറും പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം തന്നെയാണ്. അപ്പോൾ നമുക്ക് വേക്കൻസിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ CRPF 18,134 വേക്കൻസീസ് അവിടെ പറയുന്നുണ്ട്. BSFലേക്ക് നോക്കിയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം 5,874 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ITBP 10,688. അതുപോലെ തന്നെ SSBൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും 6,638 പറയുന്നുണ്ട്. CISFലേക്ക് ഏകദേശം 17,930 കാണാൻ സാധിക്കും. AR അതായത് ആസാം റൈഫിൾസ് ആണ്, അതിലേക്ക് 2,474 വേക്കൻസി. അങ്ങനെ 61,738 ഒഴിവുകളാണ് നിലവിൽ ഉണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ അത്രയും വേക്കൻസി ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ലഭിച്ചിട്ടുള്ളത്. സോ എന്തായാലും വേക്കൻസിൻ്റെ അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഇത്രയധികം കാര്യങ്ങളാണ്. ഈ ഒരു വേക്കൻസി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയധികം വരാനൊന്നും സാധ്യതയില്ല. ഒരു 55,000 അടുത്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മറ്റൊരു കട്ട് ഓഫ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ മുമ്പൊരു കട്ട് ഓഫ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും 1 തീയതിയാണ്, ഇതൊരു ശുഭകരമായിട്ടുള്ള തുടക്കമാകട്ടെ. ഈ മാസമാണ് SSC GDൻ്റെ എല്ലാ അപ്ഡേറ്റും മുമ്പോട്ടേക്ക് വരുമെന്നുള്ളത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേ ബി നാളെ മുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്ത് തുടങ്ങാം. ഇന്ന് നാളെ വരണമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ നാളെ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, SSC GDയുമായിട്ട് ബന്ധപ്പെട്ട വേക്കൻസി ഇൻക്രീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ വേക്കൻസി ഇമ്പ്രൂവ് ആവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഡാറ്റയാണ്. ഞാനിത് ഓൾറെഡി മുൻപേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചതാണ്. കാരണം ജസ്റ്റ് കുറച്ച് വേക്കൻസി ഇങ്ങനെ നിങ്ങളെ കാണിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഒരുപാട് പേര് ഇതിൻ്റെ മുകളിൽ എന്തുണ്ട്, കുറേ സംശയങ്ങൾ പറയുന്നുണ്ട്. ഇത് ഒഫീഷ്യലായിട്ട് ഇത് സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ്, സത്യമാണ്. പക്ഷേ ഇത് ഒഫീഷ്യലായിട്ട് നമ്മുടെ SSCൻ്റെ വെബ്സൈറ്റിൽ വന്നാലേ നമുക്ക് ആ ഒരു സന്തോഷം പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും ഇങ്ങനൊരു ഡാറ്റ പുറത്ത് വന്നിട്ടുണ്ട്, ഒഫീഷ്യലാണ്. എന്തായാലും ഇതിനെ തുടർന്നുള്ള അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. താങ്ക്